ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് സേമിയ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അധികം ആളുകളും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള റെസിപ്പി തന്നെയായിരിക്കും തീർച്ചയായും ഇത്. പക്ഷേ കുറച്ച് പേർക്ക് അറിയാത്തതും ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ക്യാരറ്റ് സേമിയയുടെ 400 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും സാധാരണ പലചരക്ക് കടകളിലൊക്കെ ലഭ്യമാണ് കേട്ടോ നാട്ടിൽ. അപ്പം ക്യാരറ്റ് സേമിയ അത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ, 400 ഗ്രാമിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് ഞാനിവിടെ കഴുകി കുക്കറിൽ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നമുക്കത് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം വെച്ചതിന് ശേഷം ഇതൊരു 5-6 വിസിലടുപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഈ കടലയിൽ മാത്രം ഞാൻ ഉപ്പ് ഇടാറുണ്ട് എപ്പോഴും. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഉപ്പിടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റ് സേമിയ ആ പാക്കറ്റിലുള്ളതിൻ്റെ പകുതി എടുത്തിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഇങ്ങനെ നീണ്ട് ഒക്കെ നിൽക്കുന്നുണ്ട്, നമ്മുടെ സേമിയത്തിൻ്റെ അതേ കൂട്ട് തന്നെ. അപ്പോൾ ഞാനതൊന്ന് ശരിക്ക് ഒന്ന് ചെറുതാക്കിയിട്ട് പൊട്ടിച്ച് കൊടുത്തു. നമുക്ക് സേമിയത്തിന് നീളമെല്ലാം പാകാക്കി കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ പുട്ടുണ്ടാക്കുന്നത്. അതിന് ശേഷം ഞാൻ ഈ ചെറിയതാക്കിയതിന് ശേഷം ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും ആക്കിയിട്ട് ഞാനതവിടെ കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഞാനതവിടെ അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ടാകും. സേമിയ നനച്ചതിന് ശേഷം നമ്മളവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് കടലക്കറിയിലേക്കുള്ള ആവശ്യത്തിനുള്ള അരയ്ക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ തേങ്ങ കുറച്ച് ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം ഒരു സ്പൂണ് എടുത്തു. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മസാലകളെല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ഇട്ടിട്ട് ഞാൻ ഇത് എണ്ണയിലൊന്ന് നല്ല പോലെ ചൂടാക്കിയെടുത്തു. അപ്പോൾ ആ ചൂടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കടലക്കറിക്കെല്ലാം. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഞാനിതൊന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ എടുക്കുമ്പോൾ മസാല ആയ കറികൾക്ക് കടലക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടത്തിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടികളെല്ലാം ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തേങ്ങയിൽ കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കടലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മയത്തിൽ വേവണം കടല, അപ്പോഴാണ് ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ഉടയണം കടല, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല മയം ഉണ്ടാവണം. അപ്പോൾ കടല വെന്തു. ഇനി അതിലേക്ക് നമ്മൾ ഈ അരവ് എല്ലാം കൂടി ചേർത്ത് വെച്ച അരവ് ഒഴിച്ച് നല്ല പോലെ തിളപ്പിക്കുക. അപ്പോൾ തേങ്ങയും അതുപോലെ മല്ലിയും ചിക്കൻ മസാല വലിയ ജീരകം വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച ഈ കറി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അരവൊക്കെ ഒഴിച്ച് ഇവിടെ കടലക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കടല കറി വേണ്ടവർക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ സേമിയ പുട്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഇവിടെ പിന്നെ എല്ലാവർക്കും കറി വേണം പുട്ടിന്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കടലക്കറി ഉണ്ടാക്കുന്നത്. പുട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ കടലയിലേക്ക് നമ്മൾ വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടിയിട്ട് നമുക്ക് കടലയിലേക്ക് വറുത്തിടാം. കടലയിലേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ വറുത്തിടുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം
വേണമെങ്കിൽ നിങ്ങൾക്ക് നാളികേരക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് നാളികേരക്കൊത്തും ഇടാം. അപ്പോൾ ഉള്ളിയൊക്കെ അതങ്ങനെ നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിക്കാം. എന്നിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കറി ഇങ്ങനെ വറവിട്ടതിന് ശേഷം നല്ല ടേസ്റ്റിയായി മാറും കടലക്കറി. അപ്പം അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി. പുട്ടിലേക്കുള്ള കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പുട്ട് എങ്ങനെയാണ് ചുട്ടെടുക്കുക എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻഡക്ഷൻ കുക്കറിലാണ് പുട്ട് ചുട്ടെടുക്കുന്നത്. അതിൽ നല്ല എളുപ്പമാണ് പുട്ട് ചൂടാനായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ നനച്ച് വെച്ച സേമിയ എല്ലാം ഇപ്പോൾ കണ്ടില്ലേ നല്ല ഉലർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സേമിയ ഇട്ടു. വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് സാധാരണ പുട്ട് ചുടുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നല്ല ചൂടുള്ള പുട്ട് ഇവിടെ റെഡിയാവും. അപ്പോൾ ചൂടുള്ള പുട്ട് റെഡിയായി. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കുത്തിയെടുക്കാം പുട്ട്. അപ്പോൾ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പർ പുട്ട്. ഇത് നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി പഴമോ പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.